പേർഷ്യൻ ഗൾഫിലെ ശാന്തമല്ലാത്ത തിരമാലകൾക്ക് മുകളിൽ ലോകത്തെ ഏറ്റവും അത്യാധുനികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ നിരീക്ഷണ വിമാനം അപ്രത്യക്ഷമായ വാർത്ത ആഗോള പ്രതിരോധ മേഖലയെ നടുക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 9 നടന്ന ഈ സംഭവം കേവലം ഒരു വിമാനാപകടം എന്നതിലുപരി പശ്ചിമേഷ്യയിലെ മാറുന്ന സൈനിക സന്തുലിതാവസ്ഥയുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ നാവികസേനയുടെ അഭിമാനമായ MQ-4C ട്രൈറ്റൺ ഡ്രോണാണ് പേർഷ്യൻ ഗൾഫിന് മുകളിൽ വെച്ച് റഡാറുകളിൽ നിന്ന് മാഞ്ഞുപോയത്. ഏകദേശം $240 ദശലക്ഷം വിലമതിക്കുന്ന ഈ ഭീമൻ ഡ്രോൺ തകർന്നു വീണതായി US നേവൽ സേഫ്റ്റി കമാൻഡ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകടം നടന്ന ദിവസം രാവിലെ മുതൽ തന്നെ ഈ വിമാനം അതീവ രഹസ്യമായ നിരീക്ഷണ ദൗത്യത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 50,000 അടിയിലധികം ഉയരത്തിൽ പറക്കാൻ ശേഷിയുള്ള ട്രൈറ്റൺ ഡ്രോണുകൾ സാധാരണയായി ശത്രു രാജ്യങ്ങളുടെ റഡാർ പരിധിക്കും മുകളിലൂടെയാണ് സഞ്ചരിക്കാറുള്ളത്. എന്നാൽ പെട്ടെന്ന് വിമാനത്തിൽ നിന്ന് 7700 എന്ന അടിയന്തര സിഗ്നൽ ലഭിച്ചു. അന്താരാഷ്ട്ര വ്യോമയാന നിയമപ്രകാരം വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയോ സാങ്കേതികമായി തകരാറുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു സന്ദേശം അയക്കുന്നത്. ഈ സിഗ്നലിന് പിന്നാലെ ഡ്രോൺ ഇറാനിയൻ വ്യോമാതിർത്തി ലക്ഷ്യമാക്കി നീങ്ങിയത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി. റഡാർ ദൃശ്യങ്ങൾ പ്രകാരം നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം ഉയരത്തിൽ നിന്ന് അതിവേഗം താഴേക്ക് പതിക്കാൻ തുടങ്ങി. ഹോർമൂസ് കടലിടുക്കിന് സമീപം വെച്ച് വിമാനവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. അത്യാധുനികമായ സെൻസറുകളും ക്യാമറകളും ഘടിപ്പിച്ച ഈ ഡ്രോൺ എവിടെയാണ് തകർന്നു വീണതെന്നോ അതിന്റെ അവശിഷ്ടങ്ങൾ എവിടെയാണെന്നോ വ്യക്തമാക്കാൻ അമേരിക്ക ഇതുവരെ തയ്യാറായിട്ടില്ല. തകർന്നു എന്ന ഒറ്റ വാക്കിൽ അപകടത്തെ ഒതുക്കി തീർക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. എങ്കിലും ഇറാന്റെ പക്കൽ ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ എത്താതിരിക്കാൻ വലിയ തോതിലുള്ള തിരച്ചിൽ ദൗത്യങ്ങൾ മേഖലയിൽ നടക്കുന്നുണ്ടെന്നാണ് സൂചന. ഇറാനുമായുള്ള യുദ്ധം വളരെ വേഗം അവസാനിക്കും എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നതിനിടയിലാണ് ഇത്തരമൊരു കനത്ത തിരിച്ചടി അമേരിക്കയ്ക്ക് നേരിടേണ്ടി വന്നത്. കേവലം ഒരു ഡ്രോൺ നഷ്ടപ്പെട്ടു എന്നതിനപ്പുറം അമേരിക്കയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ശത്രുപക്ഷത്തിനു മുന്നിൽ പരാജയപ്പെടുന്നു എന്ന് തോന്നിപ്പിക്കൽ ട്രംപിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ വിമാനത്തെ ജാം ചെയ്തതാണോ അതോ വെടിവെച്ചിട്ടതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നു. ഒരു സാധാരണ സാങ്കേതിക തകരാർ മാത്രമായി ഇതിനെ കാണാൻ പ്രതിരോധ വിദഗ്ധർ തയ്യാറല്ല. ഈ ഡ്രോൺ തകർച്ച ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്നതാണ് അമേരിക്കയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടയിൽ പശ്ചിമേഷ്യൻ ആകാശത്ത് അമേരിക്കയ്ക്ക് നിരവധി വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒന്നിലധികം MQ-9 റീപ്പർ ഡ്രോണുകളും ഉൾപ്പെടുന്നുണ്ട്. ഈ സൈനിക നഷ്ടങ്ങളുടെ മൊത്തം തുക കണക്കാക്കിയാൽ അത് ബില്യൺ കണക്കിന് ഡോളറിലെത്തും. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ഒരു പ്രാദേശിക ശക്തിയായ ഇറാനിൽ നിന്ന് ഇത്രയും വലിയ തിരിച്ചടികൾ ലഭിക്കുന്നത് അവരുടെ ആഗോള പ്രതിച്ഛായയെ സാരമായി ബാധിക്കും. ശത്രുപക്ഷത്തിന്റെ സൈനിക ശേഷി തങ്ങൾ കരുതിയതിലും എത്രയോ വലുതാണെന്ന് അമേരിക്ക തിരിച്ചറിയേണ്ടി വന്നിരിക്കുന്നു. നോർത്രോപ്പ് ഗ്രമ്മൻ നിർമ്മിച്ച MQ-4C ട്രൈറ്റൺ ഡ്രോണുകൾ അമേരിക്കൻ നാവികസേനയുടെ സമുദ്ര നിരീക്ഷണ ദൗത്യങ്ങളിലെ നട്ടെല്ലാണ്. 24 മണിക്കൂറിലധികം തടസ്സമില്ലാതെ പറക്കാനും വിശാലമായ സമുദ്രമേഖലയിലെ ഓരോ ചലനവും തത്സമയം വൈറ്റ് ഹൗസിലേക്ക് എത്തിക്കാനും ഇതിന് സാധിക്കും. ഇത്തരമൊരു വിമാനം നഷ്ടപ്പെടുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ നിരീക്ഷണ ശേഷിയെ ഗണ്യമായി കുറയ്ക്കും. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു പോകുന്ന എണ്ണക്കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ ഡ്രോണുകൾ അത്യന്താപേക്ഷിതമാണ്. ഈ വിടവ് നികത്താൻ പുതിയ വിമാനങ്ങൾ എത്തിക്കുന്നത് വരെ അമേരിക്കൻ നാവികസേനയ്ക്ക് മേഖലയിൽ കാഴ്ച പരിമിതമായിരിക്കും. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് $240 ദശലക്ഷം വിലയുള്ള ഒരു വിമാനം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഇതിനു പിന്നാലെ ട്രംപ് ഭരണകൂടത്തിന് നേരെ ആഭ്യന്തര തലത്തിലും വിമർശനങ്ങൾ കടുക്കുന്നുണ്ട്. യുദ്ധത്തിനായി പൊതുജനങ്ങളുടെ നികുതി പണം പാഴാക്കുകയാണെന്നും അത്യാധുനിക ഉപകരണങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ സൈന്യത്തിന് സാധിക്കുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇറാൻ യുദ്ധത്തിൽ വിജയിക്കുമെന്ന് പറയുന്ന ട്രംപിന് ഈ ഡ്രോൺ തകർച്ച മറുപടിയില്ലാത്ത ഒരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. യുദ്ധം അവസാന ഘട്ടത്തിലാണെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ. ഇറാന്റെ വ്യോമ പ്രതിരോധ ശേഷി ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്.
തങ്ങളുടെ അതിർത്തി ലംഘിക്കുന്ന ഏത് അത്യാധുനിക വിമാനത്തെയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഡ്രോൺ അപ്രത്യക്ഷമാകുന്നതിനു മുൻപ് അത് ഇറാനിയൻ വ്യോമാതിർത്തിയിലേക്ക് തിരിഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ ഈ വാദത്തിന് ബലം നൽകുന്നതാണ്. തന്ത്രപരമായ ഒരു സൈനിക നീക്കത്തിലൂടെ അമേരിക്കയുടെ കണ്ണ് ഇറാൻ കുത്തിപ്പൊട്ടിച്ചതാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. പശ്ചിമേഷ്യയുടെ ആകാശം ഇപ്പോൾ കൂടുതൽ അപകടകരമായ ഒരു മേഖലയായി മാറിയിരിക്കുന്നു. സമാധാന ചർച്ചകൾക്കായി ഒരു വശത്ത് നീക്കങ്ങൾ നടക്കുമ്പോഴും മറുവശത്ത് ഇത്തരം സൈനിക നഷ്ടങ്ങൾ അമേരിക്കയെ പ്രകോപിപ്പിക്കാനാണ് സാധ്യത. ഇതിനു പ്രതികാരമായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രൈറ്റൺ ഡ്രോണിന്റെ തകർച്ച അമേരിക്കൻ വിദേശ നയത്തിലും സൈനിക തന്ത്രങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതമാകും. ശത്രുക്കളുടെ സാങ്കേതിക വളർച്ചയെ കുറച്ചു കണ്ട ട്രംപ് ഭരണകൂടത്തിന് ലഭിച്ച വലിയൊരു പാഠമാണിത്. വരും ദിവസങ്ങളിൽ ഈ വിമാനത്തിന്റെ തകർച്ചയുടെ യഥാർത്ഥ കാരണം പുറത്തുവിടാൻ അമേരിക്ക നിർബന്ധിതമാകും. അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വിമാനത്തിലെ അതീവ രഹസ്യമായ വിവരങ്ങൾ ചോരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിലെ ഈ ആകാശയുദ്ധം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. ട്രംപിന്റെ അവകാശവാദങ്ങളും നിലത്തെ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസം ഈ ഡ്രോൺ തകർച്ചയിലൂടെ വെളിപ്പെട്ടിരിക്കുകയാണ്. സമാധാനത്തെക്കാൾ ഉപരിയായി ആയുധങ്ങളുടെയും ആധിപത്യത്തിന്റെയും പോരാട്ടമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത്. ഇതിന്റെ പരിസമാപ്തി ലോക സമാധാനത്തിന് എത്രത്തോളം ഭീഷണിയാകുമെന്ന് കാലം തെളിയിക്കും. പശ്ചിമേഷ്യയിലെ ഈ കലുഷിതമായ അന്തരീക്ഷം ലോകം അതീവ ജാഗ്രതയോടെ വീക്ഷിക്കുകയാണ്. നഷ്ടപ്പെട്ട ബില്യൺ കണക്കിന് ഡോളറുകൾക്കും തകർന്നു വീണ അത്യാധുനിക വിമാനങ്ങൾക്കും പിന്നാലെ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യം. സമാധാനം എന്നത് വെറും ഒരു വിദൂര സ്വപ്നമായി മാറുകയും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പശ്ചിമേഷ്യൻ ആകാശത്ത് കനക്കുകയും ചെയ്യുമ്പോൾ ട്രൈറ്റൺ ഡ്രോണിന്റെ തകർച്ച ആ വലിയ ദുരന്തത്തിന്റെ ഒരു ചെറിയ അടയാളം മാത്രമായി മാറിയേക്കാം. കൂടുതൽ വിമാനങ്ങൾ ഇനിയും നഷ്ടപ്പെട്ടാൽ ട്രംപിന്റെ സൈനിക തന്ത്രങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടതായി പ്രഖ്യാപിക്കേണ്ടി വരും. ആഗോള രാഷ്ട്രീയത്തിലെ ഈ വൻശക്തി പോരാട്ടം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ വിമാനാപകടം ഒരു ആഗോള യുദ്ധത്തിന്റെ തുടക്കമാകുമോ അതോ നയതന്ത്രപരമായ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വഴിയൊരുക്കുമോ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിലവിൽ പേർഷ്യൻ ഗൾഫിന്റെ ആഴങ്ങളിൽ അമേരിക്കയുടെ $240 ദശലക്ഷം അന്ത്യനിദ്ര കൊള്ളുകയാണ്.